ഉക്രൈൻ റഷ്യൻ യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇതിൻ്റെ രണ്ടിനും മധ്യേ പാളിപ്പോയ അമേരിക്കയുടെ തന്ത്രവും ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 2022 ഫെബ്രുവരി 24 ഉക്രൈനും റഷ്യയും സംഘർഷം തുടങ്ങുന്നത്, ആക്രമണം ആരംഭിച്ചത്. റഷ്യൻ്റെ സൈന്യം ഉക്രൈനിലേക്ക് ഇരച്ചു കയറുന്നു. പിന്നീട് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ എന്തിനാണ് യുദ്ധം ചെയ്തത് എന്ന് അറിയാത്തവരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പേരും എന്നതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം. എന്താണ് അവർ തമ്മിലുള്ള വിഷയം? എങ്ങനെയാണ് ഇതൊരു മഹായുദ്ധമായിട്ട് പരിണമിച്ചത്? സമാനമായ രീതിയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ എന്താ പ്രശ്നം? എന്തിനാണ് യുദ്ധം നടന്നത്? യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ, രണ്ട് കാര്യവും വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ അമേരിക്ക എന്ത് തന്ത്രമാണ് ഉപയോഗിച്ചത്, എന്ത് കളിയാണ് കളിച്ചത്, എവിടെയാണ് അമേരിക്കക്ക് പേച്ചത്, അമേരിക്കക്ക് അതിജീവിക്കാൻ സാധിക്കാതെ പോയത് എന്താണ് എന്നുള്ള കാര്യവും നമ്മളിതിൻ്റെ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈൻ ആക്രമിച്ചു. അക്രമത്തിൽ റഷ്യയുടെ സൈന്യത്തോടൊപ്പം പുട്ടിൻ്റെ പേഴ്സണൽ ട്രൂപ്പായിരിക്കുന്ന വാഗ്നർ ഗ്രൂപ്പ്, അത് പ്രഗോഷിൻ്റെതാണ്, പേഴ്സണൽ ട്രൂപ്പായ വാഗ്നർ ഗ്രൂപ്പ്, അവരും കൂടി സംയുക്തമായ രീതിയിലാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, അങ്ങനെ പോകുന്നതിൻ്റെ ചരിത്രങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യകാരണങ്ങൾ, അടിസ്ഥാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിഷയത്തിൻ്റെ തുടക്കം. അത്രേ അതുള്ളൂ. അത് പ്രശ്നം പരിഹരിക്കാൻ പാകത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ഉക്രൈൻ്റെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റും പരസ്പരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഏറെക്കുറെ രൂപത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത പ്രശ്നമാണ്. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇടപെടുന്നു. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. റഷ്യയുടെ ആധിപത്യം, ഇതിൻ്റെ മേൽക്കോയ്മ ഉക്രൈൻ്റെ മേലെ നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് വിഷയമാണ്. ആയതിനാൽ റഷ്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഉക്രൈൻ്റെ അനിവാര്യമാണ്. എല്ലാവിധ പിന്തുണയും സഹായം തങ്ങൾ നൽകും എന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഉക്രൈൻ നടത്തിയ യുദ്ധമാണ്, അല്ലെങ്കിൽ റഷ്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് നടത്തപ്പെട്ട യുദ്ധമാണ് ഉക്രൈൻ റഷ്യൻ യുദ്ധം. 1991 സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം തകർച്ച നേരിടുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് അമേരിക്ക കളിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ അൽഖ്വയ്ദയുടെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടത് അമേരിക്ക നിർമ്മിച്ചതാണ്. അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ സോവിയറ്റ് യൂണിയനുമായിട്ട് പോരാട്ടം നടത്തി അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭീകര പ്രശ്നങ്ങളെല്ലാം, അല്ലെങ്കിൽ ഭീകര സംവിധാനങ്ങളൊക്കെ നിർമ്മിച്ചതൊക്കെ അമേരിക്കയാണെന്നുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ലെങ്കിൽ പോലും. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആരാണ് മേൽക്കോയ്മയുള്ള സൈനിക ശക്തി, ബലമുള്ള ശക്തി എന്നുള്ളൊരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ റഷ്യയും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും പിന്നീട് നടത്തി. സമരമൊക്കെ നമുക്കറിയാവുന്നതാണ്. നീണ്ട വർഷങ്ങളോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കപ്പെട്ടതാണ് ശീതസമരം എന്ന് പറയുന്നത്. ആരാണ് മേൽക്കോയ്മ നേടുക, ആരാണ് ലോകത്തെ നിയന്ത്രിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള വിഷയമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ 1991 USSR തകരുന്നത്. പൂർവ്വ സോവിയറ്റ് റിപ്പബ്ലിക്കുകളും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും അതായത് തകർന്നതിന് ശേഷം നാറ്റോയിലേക്ക് ചേരാൻ വേണ്ടി തുടങ്ങി. ഇത് റഷ്യ വല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അവർ സംഘടിച്ചുകൊണ്ട് ഒരു ഏകോപന രാജ്യമാക്കിയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഭാവിയിൽ റഷ്യക്ക് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകും എന്നവർ കണക്ക് കൂട്ടി. ഉക്രൈൻ ഈ വഴി പോയാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഉക്രൈൻ ഈ റഷ്യയുമായിട്ട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അവർ തമ്മിൽ വലിയ സൗഹൃദ ബന്ധമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. ഇവരും ഇതിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വലയിൽ പെട്ടുകൊണ്ട് നാറ്റോയിൽ സഖ്യം ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നതാണ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുന്നു. ക്രൈമിയ എന്ന് പറയുന്ന ദ്വീപ് ഉക്രൈൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം. അതിർത്തിയിൽ നിൽക്കുന്ന ഒരു ദ്വീപാണ് ക്രൈമിയ എന്ന് പറയുന്നത്. രണ്ടുകൂട്ടർ അവകാശം പറയാറുണ്ട്, എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടനുബന്ധിച്ച് തന്നെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉക്രൈനുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ ക്രൈമിയ ദ്വീപ്. ഉക്രൈൻ പിടിച്ചെടുക്കുന്നു, അതുമായി വലിയ വിഷയകാര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഉക്രൈൻ്റെ അകത്തുള്ള
ഡോൺബാസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കലാപം നടക്കുന്നു. ഡോൺബാസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്, റഷ്യക്കാരാണ്. അപ്പോൾ അവിടെ ഭരണാധികാരികൾക്കെതിരെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ സാധാരണ ഇതിൽ ഉണ്ടാവാറുണ്ട്. അത് കലാപമായിട്ട് മാറി. ആ കലാപത്തിൽ ഈ റഷ്യ ഇടപെട്ടു, അല്ലെ റഷ്യ സഹായം നൽകി എന്ന് പറയപ്പെടുന്നു. പുട്ടിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൂർവ്വ രീതിയിൽ USSRനെ അത്രയും ശക്തിയോടുകൂടി പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല ഇടപെടലുകളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇടയിലൊക്കെ നടക്കുന്നുണ്ട്, അല്ലെ നടന്നിട്ടുണ്ട് എന്നും ഈ ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഉക്രൈൻ പറയപ്പെട്ട കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണമായിരിക്കുന്ന വിഷയങ്ങൾ. പിന്നെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശക്തിപ്പെടാൻ വേണ്ടി തീരുമാനിച്ചതാണ് അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. അത് ഈ ഉക്രൈനും നാറ്റോയിൽ ചേരാൻ വേണ്ടി നാറ്റോ തീരുമാനിച്ചു. അത് ക്രൈമിയ റഷ്യയുടെ ഭാഗമാക്കണം എന്ന് ഈ റഷ്യ അഭിപ്രായപ്പെട്ടു. ഇതൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ. 15 രാഷ്ട്രങ്ങളായിട്ടാണ് 91-ൽ സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെടുന്നത്. അതോടുകൂടി തന്നെ റഷ്യ വേറിട്ടു, ബാക്കിയുള്ള രാജ്യങ്ങൾ ഏകോപിപ്പിച്ചു. ഏകോപിക്കുന്ന രാജ്യങ്ങൾ ഭാവിയിൽ റഷ്യക്കെതിരെ തിരിയുമോ എന്നൊരു പേടി യഥാർത്ഥത്തിൽ റഷ്യക്കുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടനുബന്ധിച്ച് പക്ഷേ അവർ ഒരു ബുദ്ധിപരമായിരിക്കുന്ന ഒരു കാര്യം ചെയ്തു. ഈ മേഖലയിൽ പല രാഷ്ട്രങ്ങളുടെ കയ്യിലും ആണവായുധം ഉണ്ടായിരുന്നു. ഈ ആണവായുധങ്ങളെല്ലാം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ സോവിയറ്റ് യൂണിയൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയമാണ്. അപ്പോൾ അവർ പറയുകയും ചെയ്തു, ഏതെങ്കിലും രാജ്യം ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയൻ, അതായത് റഷ്യ, നിങ്ങൾക്കെതിരെ തിരിച്ചടിക്കും, നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞു. ഏറെക്കുറെ രാഷ്ട്രങ്ങൾ അത് വിശ്വസിച്ചു. അങ്ങനെ ആണവായുധങ്ങളെല്ലാം, അവരുടെ കൈവശത്തിലുള്ള ആണവായുധങ്ങളെല്ലാം റഷ്യക്ക് നൽകി. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധ ഉള്ള രാഷ്ട്രമായിട്ട് റഷ്യ മാറിയത്. വിഭജിക്കപ്പെട്ട രാജ്യങ്ങൾ നമ്മൾ നോക്കാം. എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, ബലാറസ്, മോൾഡോവ, ഉക്രൈൻ, അർമേനിയ, അസർബൈജാൻ, ജോർജിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പിന്നീട് റഷ്യ. ഇങ്ങനെയാണ് അത് വിഭജനം പൂർത്തിയായത്. ഈ വിഭജനത്തോടനുബന്ധിച്ച് പിന്നെ അതിന് ശേഷം റഷ്യയുടെ പുട്ടിൻ്റെ മുൻപ് വന്ന ഭരണാധികാരി ഗോർബച്ചോവ് ആണെങ്കിൽ അവരെല്ലാവരും നല്ല സഹകരണ കാര്യത്തിലൊക്കെയാണ് പോയിരുന്നത്. പുട്ടിൻ വന്ന സമയത്ത് ഏറെക്കുറെ ഒരു ഏകാധിപത്യ രീതിയിലേക്കൊക്കെ പോയി. അങ്ങനെയാണെങ്കിലും യുദ്ധത്തിനോട്, യഥാർത്ഥത്തിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനോട് താല്പര്യമില്ലായിരുന്നു പുട്ടിന്. അവിടെ ജോ ബൈഡൻ ഇടപെടുന്നു. ജോ ബൈഡൻ യുദ്ധത്തിലേക്ക് എത്തിക്കുന്നു. വളരെ എളുപ്പത്തിൽ റഷ്യയെ പരാജയപ്പെടുത്താമെന്നുള്ളതും അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാമെന്നുള്ള ഒരു കരാറ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധൈര്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസിക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ പറയപ്പെട്ട പരമാവധി രാജ്യങ്ങൾ ഉക്രൈനോടൊപ്പം നിന്നു. അമേരിക്ക ഉക്രൈനോടൊപ്പം നിന്നു. യുദ്ധം ആരംഭിച്ചു. വർഷം 3 കഴിഞ്ഞു, 4ാമത്തെ വർഷത്തിലെത്തി. ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പ്രദേശങ്ങൾ, പറയുന്നത് 15 മുതൽ 30% വരെ ഉക്രൈൻ്റെ ഭൂപ്രദേശം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് റഷ്യയാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ മണ്ടത്തരമായിരിക്കുന്ന, അല്ലെ പാളിപ്പോയിരിക്കുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഉണ്ടാക്കിയത് എന്നുള്ളത് കൃത്യമാണ്. ഇനി നമ്മൾ 2ാമത്തെ ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ജൂൺ 13-ാം തീയതിയാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല, അതിൻ്റെ സംവിധാനങ്ങളുമില്ല. അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുക എന്ന് പറയുന്ന സമയത്ത് ട്രംപ് നിങ്ങൾക്കൊപ്പം നിഴൽ പോലെ നിൽക്കുമെന്ന് മാത്രമല്ല, സൈനികരെയും സാമ്പത്തികവും സൈനികവുമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ആണവായുധ ചർച്ച 5ാം ഘട്ടം കഴിഞ്ഞു. 6ാം ഘട്ടത്തോടു കൂടി ഏറെക്കുറെ പൂർത്തീകരിക്കുന്ന സംഭവങ്ങളുണ്ടായി. ആ സംഭവത്തിൻ്റെ 2 ദിവസം മുമ്പ് ആക്രമിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രംപ് പറയണം ഇസ്രായേലിനോട്. ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തി. അവർ സൈനികപരമായിരിക്കുന്ന ക്ഷേമമുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി. കാരണം പരമാവധി ഹമാസിൻ്റെ ആൾക്കാരൊക്കെ കൊലപ്പെടുത്തി. ഇപ്പം നേതൃത്വ നിര എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് ഏറെക്കുറെ പറയാൻ പറ്റും. പക്ഷേ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്, വലിയ രീതിയിൽ അക്രമം നടക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം. ഇനി നമ്മൾ ലെബനാനിലേക്ക് പോവുകയാണെങ്കിൽ ലെബനാനിൽ അവിടെ ഒടിച്ചു വാർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്തി. അവരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തകർത്തുകൊണ്ട് അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേധാവി അസർ നസ്രുള്ള അടക്കമുള്ള വലിയ സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തിയതോടുകൂടി വലിയ ശക്തിയുള്ള ആ ബലം യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് മുൻപായിട്ട് അവർ തന്ത്രപരമായിരിക്കുന്ന ചില നീക്കങ്ങളൊക്കെ നടത്തി. അതിലൊന്ന് പേജർ ദുരന്തമാണ്. പേജർ ദുരന്തം ഉണ്ടാക്കി സ്ഫോടനം നടത്തിയതോടുകൂടി രാജ്യം തന്നെ തരുത്തുപോയി.
ഭയത്തോടു കൂടി ഇതെന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റാത്ത സ്ഥിതിയെ മൊബൈൽ പോലും യൂസ് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ പേടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഫോടനമാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു, ഞങ്ങളാ ചെയ്തെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ആ ഞെട്ടലിലാണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയത് എന്ന് പറയപ്പെടുന്നു. അതവർ ചോർത്തിയെടുത്തുകൊണ്ട് അവിടെ ആക്രമണം നടത്തിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. അങ്ങനെ രണ്ട് ഘട്ടത്തിലും വലിയ അടി നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു എന്നതിനാൽ അപ്പോൾ ലെബനാനിൽ ഉണ്ടായിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ അവർ ഒടിഞ്ഞതോടുകൂടി സമാനമായിരിക്കുന്ന ഭീഷണി ഉണ്ടാകുന്നത് പിന്നെ ഇറാനിൽ നിന്നാണ്. മാത്രമല്ല പ്രോക്സി വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ അവർ യുദ്ധം നയിക്കുന്നത്. അതിൽ ഇറാഖിലുണ്ട്, ലെബനാനിലുണ്ട്, സിറിയയിലുണ്ട്, യമനിലുണ്ട്, ഫലസ്തീനിലുണ്ട്. ഇതെല്ലാത്തിൻ്റെ പിന്നാമ്പുറം കളിക്കുന്നത് ഇറാനാണ് എന്നതിൽ അവർക്ക് എല്ലാ കാലത്തും ഭീഷണിയാണ്. അതുകൊണ്ട് അവർക്ക് അത്ര സൈനികപരമായിരിക്കുന്ന ബലം ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആക്രമിക്കണം. അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്താണ് ഈ പരസ്പരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അവസാനഘട്ട ചർച്ച നടത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാനിൽ ഇസ്രായേൽ നടത്തുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടതും ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടതും ഒരുപാട് പ്രദേശം തകർക്കപ്പെട്ടതും വലിയ രീതിയിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇസ്രായേലോ അമേരിക്കയോ പ്രതീക്ഷയില്ല. തിരിച്ചടി വന്നതോടുകൂടി അന്തം വിട്ടുപോയി, ഞെട്ടിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ഏകോപനം പോലും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇസ്രായേലിനെ രക്ഷിക്കാൻ അമേരിക്കക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായി. ഉക്രൈൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അമേരിക്കക്ക് സാധിക്കില്ല. ജോ ബൈഡൻ ആ ഭാഗത്ത് തുടങ്ങി വെച്ചു, ഇവിടെ ട്രംപും തുടങ്ങി വെച്ചു. 2 ഭാഗത്തും തുടങ്ങി വെച്ച് എന്നല്ലാതെ അതൊന്നും അവസാനിപ്പിക്കാനും ലക്ഷ്യത്തിലെത്താനും സാധിക്കാത്ത വിധം 2 രാഷ്ട്രങ്ങളും വിയർത്തൊലിക്കുന്ന സ്ഥിതിയാണ്. സംഭവം അവസാനത്തെ യുദ്ധം എന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാകുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഡയറക്റ്റായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ലോകത്തുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പൊക്കെ ഈ ഭാഗത്ത് അതിർത്തിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെപ്പൊക്കെ സാധാരണ ഇതിൽ ഗസയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലസ്തീനായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിലും ഈ മസ്ജിദുൽ അക്സയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആഭ്യന്തരപരമായ രീതിയിൽ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഭവത്തിനപ്പുറമായ രീതിയിൽ രാഷ്ട്രം എന്ന നിലക്ക് നേർക്കുനേരെ മുഖാമുഖം ആക്രമിക്കുകയും നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ ഒരു കെണിയൊരുക്കിയ രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ബൈഡൻ കെണിയൊരുക്കിയ രീതിയിലാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. രണ്ടുപേരും ജീവശ്വാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ജീവശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാസമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് ഇതിനെ കൃത്യമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ വളരെ വ്യക്തമായ രീതിയിൽ രാഷ്ട്രത്തെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും ആയുധത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. ഉക്രൈൻ ആ പരാജയത്തിന് തുടർച്ച ചെയ്തു. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇസ്രായേലും അതിൻ്റെ ആ പരാജയത്തെ തുടർച്ച ചെയ്തു. അതിൻ്റെ ദുരന്തമാണ് 2 രാഷ്ട്രങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം.